യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം പ്രിയമുള്ളവരെ, ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പിൻ്റെ ഒരു ചെറിയ ചിന്ത കൂടി ഇന്ന് പങ്കുവയ്ക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു തന്നെ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് പറയുക, ഞാൻ ഗോതമ്പ് മണിയാണ്. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അഴിഞ്ഞെങ്കിൽ മാത്രമേ ധാരാളം ഫലം കിട്ടുകയുള്ളൂ. ഓർക്ക പ്രിയമുള്ളവരെ, ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വരുന്നു. അപ്പോൾ ആ ഗ്രീക്കുകാരോട് യേശു പറഞ്ഞ ഒരു കാര്യമാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അഴിഞ്ഞെങ്കിലേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് അഴിയേണ്ട ഗോതമ്പ് മണി യേശു തന്നെയാണെന്ന് യേശുവിന് അറിയാം. തൻ്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് കർത്താവ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, മനുഷ്യരാശിക്ക് സമർത്ഥമായ ആത്മീയ ജീവിതവും രക്ഷയും ലഭിക്കുന്നതിന് യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഒന്നുകൂടെ അച്ഛൻ പറയാൻ ശ്രദ്ധിച്ചോളൂ. മനുഷ്യന് സമർത്ഥമായ ആത്മീയമായ രക്ഷയും സൗഖ്യവും വിടുതൽ ലഭിക്കുന്നതിന് യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ത്യാഗത്തിൻ്റെ ഒരു കാര്യമാണ് കർത്താവ് എടുത്തു കാണിക്കുന്നത്. താനാകുന്ന ഗോതമ്പ് മണി ഇല്ലാതാകണം. അവിടെ മരിക്കുകയാണ് ഈശോ. അങ്ങനെ യേശു മരിക്കുമ്പോൾ, അങ്ങനെ ഗോതമ്പ് മണി ഇല്ലാതാകുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്ന പോലെ തന്നെ യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. ഇവിടെ വിത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ വിത്ത് എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ്. യേശു തന്നെയാകുന്ന ഗോതമ്പ് മണി നമ്മൾ തിരിച്ചറിയുന്നു. തൻ്റെ മരണമില്ലാതെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ താനാകുന്ന ഗോതമ്പ് മണി വ്യയം ചെയ്യപ്പെട്ടേ പറ്റൂ. വിത്ത് മുളയ്ക്കണമെങ്കിൽ അത് കുഴിച്ചിടുകയും നിലത്ത് മരിക്കുകയും വേണം. അതുപോലെ പുതിയ ജീവൻ പുറപ്പെടുവിക്കുവാൻ യേശു കുരിശിൽ മരിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, സമർത്ഥമായ വിളവെടുപ്പിൽ കലാശിക്കുന്നു. അതവൻ്റെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യരാശിക്ക് വാഗ്ദാനം ചെയ്യുന്ന രക്ഷയും നിത്യജീവനെയും ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക പ്രിയമുള്ളവർ, അങ്ങനെ നാം ആകുന്ന ഗോതമ്പ് മണി നാവുമായി ബന്ധപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടി വ്യയം ചെയ്യപ്പെടണം, ഇല്ലാതാകണം. അപ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. വീണ്ടും ഓർക്കുക, നമ്മുടേതായ സ്വാർത്ഥത, അഹങ്കാരം, ലൗകിക അഭിലാഷങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയും ഫലപുഷ്ടിതയും ദൈവം അനുവദിക്കും. മറക്കരുത് പ്രിയമുള്ളവരെ, നാം മറ്റു മക്കൾക്ക് വേണ്ടി ഇല്ലാതാകാൻ വിളിക്കപ്പെട്ട മക്കളാകുമ്പോൾ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്നെ ഏൽപ്പിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ ഇല്ലാതാകണം. അപ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ ഇല്ലാതാകുമ്പോൾ സാധിക്കും. മറക്കരുത്, ഈ നോമ്പിൻ്റെ മറ്റൊരു ചിന്ത നാം ഓരോരുത്തരും ഗോതമ്പ് മണിയാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കുന്നു. മരണമൊരു പരാജയമല്ല, മറക്കരുത്. മറിച്ച് നിത്യജീവൻ കൈവരിക്കുന്നുള്ള ആവശ്യമായ നടപടിയാണ്. ഓർക്കുക പ്രിയമുള്ളവരെ, 100% ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധമ്മ നമുക്കേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.